നമസ്കാരം. വളരെ സാഡായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ് പുറത്തു വരുന്നത്. നമ്മുടെ പൂജ കൃഷ്ണ പിന്നീട് എന്തായാലും പുറത്തായി എന്നുള്ളൊരു ന്യൂസാണ് വരുന്നത്. മറ്റൊന്നുമല്ല, ഡിസ്ക് കംപ്ലൈന്റ് കാരണം ഒരു 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് കൺഫേം ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഡിസ്കിന്റെ പ്രോബ്ലമാണ്. മുമ്പ് നടന്ന ഒരു ഫിസിക്കൽ ടാസ്കിൽ എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ ഈ പറയുന്ന ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടാവുകയും അത് കൂടുതൽ വഷളാവുകയും അതിനുശേഷം അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും പൂജയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരിച്ച് റീ എൻട്രിയുടെ ചാൻസസ് വളരെ കുറവാണെന്ന് പറയുന്നു. ഈ ഡോക്ടർ 2 ആഴ്ച എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അത് കൂടുതലേക്ക് കൂടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂജയുടെ തിരിച്ചുവരവ് നമുക്കൊന്നും പറയാറായിട്ടില്ല. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു വരാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറയുമ്പോൾ സിജോ റീ എൻട്രി ഞാൻ പറഞ്ഞല്ലോ, ബുധനാഴ്ച ആയിട്ടായിരിക്കും സിജോ കയറുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഒരാളെ റീ എൻട്രി കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ പൂജയും തിരിച്ചു വരുമായിരിക്കാം. അത് അപ്പോഴത്തെ ഒരു ഇതുപോലെ 2 ആഴ്ച വീണ്ടും 14 ദിവസം ആകുമ്പോൾ ഏതാണ്ട് 10-65 ദിവസത്തോളം ആവും, 65 ഡേയോളം ആവും. അപ്പൊ അതിനുശേഷം പൂജയെ തിരിച്ചു കയറ്റുക എന്നുള്ളത് അറിയില്ല, നോക്കാം. എന്തായാലും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്താ പറയാ, നമുക്ക് ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒത്തിരി തടിയുള്ളതായതുകൊണ്ട് തന്നെ കൂടുതൽ ഓട്ടവും ചാട്ടവും ഒക്കെ ചെയ്യുമ്പോഴേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ പൂജ പുറത്തായിട്ടുണ്ടോ എന്നുള്ളൊരു ന്യൂസ്. അവനോടൊപ്പം ഗബ്രി, നമ്മുടെ ഈ ലാസ്റ്റ് വന്ന പ്രമേയം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഗബ്രിയുടെ ഇവിടെ മറ്റേ പവർ ടീമിന്റെ ബാഡ്ജ് ഉണ്ടല്ലേ, അതിനർത്ഥം ഗബ്രി പവർ ടീമിലേക്ക് കയറി. ഇനി ഗബ്രി എങ്ങനെ പവർ ടീമിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു സാധനമുണ്ട്. ഗബ്രി അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. ഈ ബിഗ് ബോസ് ടീം ഗബ്രിയെ എങ്ങനെയെങ്കിലും അതായത് നോമിനേഷനിൽ കൊണ്ടുവരാതെ ഗബ്രിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. മനസ്സിലായോ? അതായത് നോമിനേഷനിൽ ഗബ്രി വന്നാൽ ഗബ്രി പുറത്താവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നാളെ ഗബ്രി നോമിനേഷനിൽ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് എങ്ങനെയായാലും ഗബ്രി നോമിനേഷനിൽ വരും. ഈ ജാസ്മിൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഗബ്രി വന്നിട്ട് ഗബ്രി ആയിരിക്കും പോകുന്നത്. ഗബ്രിക്ക് ഒരു വോട്ടും കിട്ടില്ല, അത്രയ്ക്ക് നെഗറ്റീവായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗബ്രിയെ എന്ത് ചെയ്തു, ഡയറക്റ്റ് പിന്നെ പവർ ടീമിലേക്ക് കയറ്റി. ഒന്നുകിൽ ഇവരെന്തോ കള്ളക്കളി കളിച്ച് പവർ ടീമിലിട്ട് കയറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് പറ്റിയ അല്ലെങ്കിൽ ഗബ്രിക്ക് ജയിക്കാൻ പറ്റുന്ന എന്തോ ഒരു ടാസ്ക് കൊടുത്തു, എന്ത് ചെയ്തു, അതിനകത്തോട്ട് കയറ്റി എന്നുള്ളതാണ്. മുമ്പേ നമ്മളിത് മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു സാധനമാണ്. ഈ ഗബ്രി പവർ ടീമിലേക്ക് വരികയോ അല്ലെങ്കിൽ നോ വിഷയം വെക്കുകയോ അവൻ എന്തായാലും പുറത്തു വിടത്തില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണോ ഇനി ഗബ്രിയെ നോമിനേഷനിലേക്ക് ഗബ്രിയെ പവർ ടീമിലേക്ക് അതായത് നമ്മുടെ സിബിനെ പവർ ടീമിൽ നിന്ന് എടുത്തു കളയുക മാത്രമല്ല പവർ ടീം റൂമിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കുന്നു. എന്നിട്ട് അവന്റെ ശത്രുവിനെ എന്ത് ചെയ്യുന്നു, പവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അതിനുശേഷം ഇവൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സിബിനോട് എന്തെങ്കിലും ചെയ്തു. അതൊക്കെ കണ്ട് മനംനൊന്താണോ ഈ പറയുന്ന സിബിന് ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് പോലുള്ള ഒരു സാധനം വന്നത് എന്നും അറിയത്തില്ല. മനസ്സിലായി? അപ്പൊ സിബിൻ സത്യം പറഞ്ഞാൽ ആ കൂടി തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ. കാരണം പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അമ്മാതിരിയാണ് പുള്ളിയെ അത്രയ്ക്ക് തേജോവധം ചെയ്തിട്ടുണ്ടല്ലേ. താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുറ്റത്തിന് ഇതിനു മുമ്പ് പലവട്ടം ചെയ്ത ഒരു ചെറിയ കുറ്റത്തിന് കൊടുക്കുന്നതിന്റെ അങ്ങേയറ്റം ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പവർ ടീമിൽ നിന്ന് എടുത്ത് കളയുക, ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുക, പവർ ടീം റൂമിൽ നിന്ന് ചവിട്ടി ഇറക്കുക, നാണം കെടുത്തുക, ഈ പറയുന്ന അവന്റെ ശത്രുവിന്റെ മുമ്പിൽ അതായത് ജാസ്മിന്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് അവനെ കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഗബ്രിയെ പവർ ടീമിലേക്ക് എടുക്കുക. അതും ഗബ്രിയെ പവർ ടീമിലേക്ക് എടുത്താൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നാളത്തെ സംഭവം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും ഈ പറയുന്ന ടാസ്ക് ഒന്നുകിൽ വേറെ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അതിനകത്ത് കയറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് ഗബ്രി ജയിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ഈ വാഗ്വാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാസ്ക് ആയിരിക്കും കൊടുത്തത്. ഡിബേറ്റ് പോലത്തെ ടാസ്ക് ആയിരിക്കും കൊടുത്തത്. അപ്പൊ ഡിബേറ്റിൽ അമ്മ സംസാരിച്ച് നിൽക്കും. എന്നിട്ട് ഈ പറയുന്ന പിന്നെ ബിഗ് ബോസ് 2 വട്ടം അനൗൺസ് ചെയ്താൽ മതി, നിങ്ങൾ വളരെ ഫെയർ ആയിട്ട് എടുക്കണം, മറ്റേ ഉടായ്പ കാണിക്കില്ലെന്ന് 2 പ്രാവശ്യം എടുത്ത് പറയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഒരു സ്വാധീനം ചെലുത്തുകയും ഗബ്രിയെ എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നിർബന്ധിതരാകും അവർ എടുക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ അവരെ കൊണ്ടുവരും. അവർക്കറിയാം നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഗബ്രി പോയി കഴിഞ്ഞാൽ കണ്ടന്റുകൾ ഇല്ല. ഈ പറഞ്ഞ പിന്നെ കുറെ വെളുത്തു പോകും. പിന്നെ എന്ത് ചെയ്യും, ജാസ്മിൻ കുറച്ച് നല്ല രീതിയിൽ വെളുത്തു പോകും. അപ്പോൾ അത് അവര് അനുവദിക്കില്ല. ജാസ്മിൻ ഇനിയും കിടന്ന് നാറട്ടെ എന്നാണ്, ആ പുഴുത്തു നാറട്ടെ എന്നാണ് അവരുടെ ചിന്ത. ഗബ്രി ഉണ്ടെങ്കിൽ ആ പുഴുത്തു നാറിൽ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗബ്രി എങ്ങനെയെങ്കിലും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പൊ എന്തായാലും നാളെ നമുക്ക് കണ്ടതിനറിയാം. വളരെ സങ്കടമായ ഒരു ന്യൂസ് എന്താണ്, നമ്മുടെ പൂജ പുറത്തായിട്ടുണ്ട്. തിരിച്ചു വരുന്ന കാര്യം ഇത്തിരി കടുപ്പമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ ഗബ്രി പവർ ടീമിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ സിബിന്റെ കേസ്, സിബിൻ എന്തായാലും പുറത്തായി എന്നുള്ള ഇതുവരെ പുറത്തായിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് വന്ന ഒരു ഇതില് നമ്മുടെ ആ ഒരു സമയത്ത് ഒരു ലാസ്റ്റ് വന്ന ഒരു ഫോട്ടോയില് സിബിന്റെ ഫോട്ടോ ഇല്ല അതിനകത്ത്, അതായത് നോമിനേഷന്റെ ഒരു പ്രമോ ഒന്നുമില്ല അതിനകത്ത് സിബിന്റെ ഫോട്ടോ, ബാക്കിയെല്ലാവരും നിരന്നിരിക്കുന്നത് സിബിനും ഇല്ല, പൂജയും ഇല്ല. ചിലപ്പോൾ സിബിൻ എന്താണ് ഈ പറഞ്ഞ കൺഫെഷൻ റൂമിൽ പോയി സംസാരിച്ച സമയത്തുള്ള ഫോട്ടോ ആയിരിക്കും. എന്തായാലും സിബിൻ പുറത്തായി എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടില്ല. പക്ഷെ പൂജ പുറത്തായി എന്നുള്ളത് കൺഫർമേഷൻ ആണ്. നമുക്ക് വീണ്ടും കാണാം. ചെയ്ത്